മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സഭാപ്രസംഗകൻ 12-14 നമുക്ക് ധ്യാനിക്കാം. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയെയും ദൈവം നീതിപീഠത്തിനു മുമ്പിൽ കൊണ്ടുവരും. ജിമ്മി വാളന്റീൻ പേരെടുത്ത തസ്കരനാണ്. മോഷണത്തിൽ ആരെയും വെല്ലുന്ന ഉപകരണങ്ങളാണ് അയാളുടെ പ്രത്യേകത. കണ്ടാൽ അതിസുന്ദരൻ, ഒരു കള്ളനാണെന്ന് ആരും പറയില്ല. എത്ര വലിയ പൂട്ടും കുത്തി തുറക്കാനുള്ള ഉപകരണങ്ങൾ അയാളുടെ കയ്യിലുണ്ട്. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഉടനെ ജിമ്മി 3 വലിയ കൊള്ള നടത്തി. ജിമ്മിയെപ്പറ്റി അന്വേഷിക്കുവാൻ കുറ്റാന്വേഷക വിദഗ്ധനായ ബെൻ പ്രൗസ് എത്തി. ഇതറിഞ്ഞ ജിമ്മി എൽമോർ എന്ന പ്രദേശത്തേക്ക് പോയി. ആ ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ ജിമ്മിക്ക് എന്തോ ഒരു മാറ്റമുണ്ടായി. അതിന് കാരണം എൽമോർ ബാങ്കിന്റെ ഉടമയുടെ മകളായ സുന്ദരിയായ അന്നാബെൽ എന്ന യുവതിയെ ജിമ്മി കണ്ടതോടെയാണ്. ധാരാളം സ്ത്രീകളെ നിത്യേന കാണുന്ന ജിമ്മിക്ക് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ മറ്റെന്തോ പ്രത്യേകത തോന്നി. അയാൾ തന്റെ പഴയ കവർച്ചയെല്ലാം അവസാനിപ്പിച്ച് ഒരു ഷൂ കമ്പനി ആരംഭിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കുവാൻ പേര് പോലും ജിമ്മി മാറ്റി. മിസ്റ്റർ റാൽഫ് ഡി സ്പെൻസർ എന്നാക്കി. ബാങ്ക് ഉടമയുടെ വീട്ടിൽ നിത്യസന്ദർശകനായി തീർന്നു റാൽഫ്. പ്രാർത്ഥനയുടെയും സേവനത്തിന്റെയും സുന്ദരമായ ആ കുടുംബാന്തരീക്ഷം ജിമ്മി എന്ന കുപ്രസിദ്ധ കള്ളനെ മാറ്റിമറിച്ചു. അവൻ തന്റെ പഴയ മോഷണ ഉപകരണങ്ങളെല്ലാം സുഹൃത്തായ മൈക്ക് ഡോളന് നൽകാൻ തീരുമാനിച്ച് ഉടൻ തന്നെ മൈക്ക് ഡോളന് എഴുതുകയും ചെയ്തു. ഈ അവസരത്തിലാണ് ജിമ്മി എന്ന കള്ളനെ പേടിച്ചു ബാങ്ക് ഉടമ ഒരു പുതിയ സേഫ് ബാങ്കിലേക്ക് വാങ്ങിയത്. ആ സേഫ് ബാങ്കിൽ സ്ഥാപിച്ച ദിവസം ബാങ്ക് ഉടമയുടെ സഹോദരിയും അവരുടെ കുട്ടികളുമെല്ലാം വീട്ടിൽ വന്നു പാർത്തു. റാൽഫിനോട് താൻ വാങ്ങിയ സേഫിനെ കുറിച്ചും അതൊരു ജിമ്മിക്കും കുത്തി തുറക്കാൻ പറ്റുകയില്ലെന്നും ഒക്കെ ബാങ്ക് ഉടമ വിവരിച്ചു പറഞ്ഞു. എല്ലാം കേട്ടതിനു ശേഷം റാൽഫ് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അവർ കാറിൽ ബാങ്കിലേക്ക് പോയി. ആ കാറിൽ റാൽഫ് എന്ന ജിമ്മി ഉണ്ടായിരുന്നു. കവർച്ച ചെയ്യാൻ താൻ ഉപയോഗിച്ചിരുന്ന പഴയ ഉപകരണങ്ങൾ പോകുന്ന വഴി സുഹൃത്തിന് കൊടുക്കാമല്ലോ എന്നോർത്ത് ജിമ്മി ഉപകരണങ്ങളും കയ്യിലെടുത്തിരുന്നു. അവർ ബാങ്കിലെത്തി. ഈ സമയം ഒരു നിഴൽ പോലെ ഡിറ്റക്റ്റീവ് ബെൻ പ്രൈസ് അയാളെ അനുഗമിക്കുന്നുണ്ടെന്ന കാര്യം ജിമ്മി അറിഞ്ഞില്ല. അവർ ബാങ്കിന്റെ സേഫിനെ കുറിച്ച് വാചാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിയുടെ 2ഉം 3-നെയും പ്രായമുള്ള മേ അഗാത്ത എന്ന കുട്ടികൾ സേഫിന് ചുറ്റും കളിച്ചുകൊണ്ടിരുന്നു. തത്സമയം മേയെ സേഫിൽ കയറ്റി അഗാത്ത വാതിലടച്ചു. അതൊരിക്കൽ മാത്രമേ തുറക്കൂ എന്ന കാര്യം കുട്ടികൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. വിവരം അറിഞ്ഞതോടെ ആകെ ബഹളമായി. ജിമ്മി എന്ത് ചെയ്യണമെന്നറിയാതെ വിവശനായി. എനിക്ക് ആ പുട്ട് ദുഷ്പ്രയാസം തുറക്കാം, അത് തുറന്നാൽ താൻ വീണ്ടും കള്ളനാകും. എന്തും വരട്ടെ എന്ന് കരുതി ജിമ്മി എല്ലാവരെയും മുറിയിൽ നിന്ന് മാറ്റി. സേഫ് 3 മിനിറ്റിനകം കുത്തി തുറന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി. ജാലകത്തിലൂടെ ഇത് നോക്കി ബെൻ പ്രൈസ് കാത്തു നിന്നിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ജിമ്മിയുടെ കണ്ണ് നിറഞ്ഞു. എനിക്ക് വീണ്ടും ജയിലിലേക്ക് മടങ്ങാമെന്ന് അവൻ ദുഃഖത്തോടെ ഓർത്തു. വിലങ്ങിനു വേണ്ടി അവൻ കൈകൾ കൂട്ടിച്ചേർത്ത് വാതിക്കലേക്ക് നടന്നു. ജിമ്മി ആരെയും ശ്രദ്ധിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു അത്ഭുത ജീവിതം എന്ന പോലെയാണ് ജിമ്മിയെ വീക്ഷിച്ചത്. അത്രമേൽ അവനെ സ്നേഹിച്ചു. ജിമ്മിയാകട്ടെ കുറ്റബോധത്തോടെ വാതിലിനടുത്തെത്തി. കുനിഞ്ഞ ശിരസിന്റെ ഭാരം ഡിറ്റക്റ്റീവിനെ അമ്പരിപ്പിച്ചു. അയാൾ എന്തോ ഓർത്തിട്ട് ജിമ്മിയുടെ തോളിൽ പിടിച്ചു കുലുക്കി. ജിമ്മി ഒരു നല്ല മനുഷ്യനായി തീർന്നു എന്ന് അവന്റെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നീ സുഖമായി ജീവിക്കുക, നിന്റെ മോഷണമെല്ലാം മാറിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബെൻ പ്രൈസ് ജിമ്മിക്ക് ഒരു പുതിയ ജീവിതം വാഗ്ദാനം ചെയ്തിട്ട് അവിടെ നിന്ന് പോയി. നമ്മുടെ പിതാവിശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി തരണം.